ഹായ്, വെൽക്കം ടു ഷജീസ് വ്ളോഗ്സ്. ഷജീസ് വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ 16ലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. ഡേ 1 മുതൽക്ക് ഡേ 15 വരെയുള്ള മാജിക്കൽ ചലഞ്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡേ 16 ആണ്. ഡേ 16ലെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാജിക് ആൻഡ് മിറാക്കിൾസ് ഇൻ ഹെൽത്ത്. ഓക്കെ, നമ്മുടെ ആരോഗ്യം അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ് അല്ലേ. ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ശരീരം, അതായത് പെർഫെക്റ്റ് ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാവരുടെയും ജന്മ അവകാശമാണ്, ബർത്ത് റൈറ്റ് ആണ്. സത്യം പറഞ്ഞാല് ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. നമ്മൾ എങ്ങനെയാ നമ്മുടെ ആരോഗ്യത്തെ നോക്കി കാണുന്നത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മുടെ ഇത്രയും നാളത്തെ നമുക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്. നമുക്ക് പെർഫെക്റ്റ്ലി നമ്മൾ ഹെൽത്തി ആയതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും നാളും ഒരു പ്രശ്നങ്ങളും ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ ബോഡി ഏതെങ്കിലും രീതിയിലുള്ള ഡിസീസസുമായിട്ട് ഇൽനെസ് നമുക്കുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഭയം, ആങ്സൈറ്റി, അതുപോലെ ടെൻഷൻ, ആംഗ്രി, ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് ഫീലിംഗ് തരുന്ന ഇമോഷൻസ് ആണ് അല്ലേ. നമ്മൾ ഇതിനെല്ലാം നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റണം. നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് ഒരു ഭയം തോന്നിയാൽ നമ്മൾ അവിടെ സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുക. നമ്മൾ കോൺഫിഡന്റ് ആണ്, നമുക്കവിടെ ഒരു ഭയം എന്ന് പറയുന്ന സാധനമില്ല. നമ്മൾ അത്രയും ബ്രേവ് ആയിരിക്കുക, നമ്മൾ കറേജ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ ആങ്സൈറ്റി വരുമ്പോൾ നമ്മൾ ശരിക്കും കാം ഡൗൺ ആവുക. നമ്മൾ അവിടെ ഒരു 100 പോസിറ്റീവ് ചിന്തകളെ കൊണ്ട് നിറയ്ക്കുക. നമുക്കത് ഇപ്പം എന്തെങ്കിലും കിട്ടാൻ അല്ലെങ്കിൽ എക്സാമിന് പോകുമ്പോൾ ഭയങ്കര ആങ്സൈറ്റിയാ, അവിടെ നമ്മൾ കൂൾ ആവുക, നമ്മൾ കാം ആവുക. നമുക്ക് നേടാൻ പറ്റും, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമ്മൾ ട്രൈ ചെയ്യാവുന്ന എല്ലാം നമ്മൾ ട്രൈ ചെയ്യുക. നമ്മൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അവിടെ നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമ്മൾ പോസിറ്റീവ് മെന്റാലിറ്റിയോട് കൂടി പോവുക. എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, എനിക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങി നോക്കിക്കേ. നിങ്ങൾക്ക് 100% നിങ്ങൾ സക്സസ് ആയി തന്നെ നിങ്ങൾ തിരിച്ചു വരും. അതുപോലെ തന്നെ നമ്മൾ എന്ത് നെഗറ്റീവ് തോട്ട്, എന്ത് നെഗറ്റീവ് ബിലീഫ്സ് നമ്മുടെ ഉള്ളിൽ വന്നാലും അതിന് നമ്മൾ പോസിറ്റീവ് തോട്ടാക്കി നമ്മൾ മാറ്റുക. അതാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഹെൽത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. ഇപ്പം സംസാരിക്കാൻ കഴിയാത്ത ഒരാള്, ചിലപ്പം വിക്കുള്ള ആൾക്കാർ, അവരെ കാണുമ്പോൾ നമ്മൾ കളിയാക്കാറുണ്ടല്ലേ. അല്ലെങ്കിൽ ഒരാള് നടന്നു പോകുന്നത്, നേരെ നടക്കാൻ പറ്റാത്ത ആൾക്കാര്, പിന്നെ ഓരോരോ എന്താ പറയുക ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ കളിയാക്കാൻ പാടില്ല. നമുക്ക് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാനുള്ളത്? നമുക്ക് തന്ന പെർഫെക്റ്റ് ഹെൽത്തിന് നമ്മൾ അവിടെ നന്ദി പറയുകയാണ് വേണ്ടത്. നടക്കാൻ കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്, കണ്ണു കാണാൻ കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഡ്രീം ലൈഫാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. അവരുടെയൊക്കെ ഡ്രീമാണ് സത്യം പറഞ്ഞാല്. അതാ നമ്മൾ ശരിക്കും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ഉണ്ടെന്ന് നമ്മുടെ ആക്ടിവിറ്റീസിൽ. ഫസ്റ്റ് വണ് ശരിക്കും നമ്മുടെ ചെറുപ്പം മുതലുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മൾ ചെറുപ്പം മുതൽ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് നമുക്കുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ, നമുക്ക് ഓടാൻ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡാൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ചെറുപ്പകാലത്തുള്ള ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഓർത്തെടുത്ത് അതിനൊക്കെയും നമ്മൾ നന്ദി പറയുക. ആരോഗ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റിയതല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ആരോഗ്യത്തിന് നന്ദി പറയുക. നമുക്ക് ഇപ്പോൾ എത്രത്തോളം നമുക്ക് ആരോഗ്യമുണ്ടോ അത്രയും നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ് അതിന് നന്ദി പറയുക. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ ഫ്യൂച്ചറിൽ, നമ്മുടെ ഭാവിയിൽ നമ്മൾ ആരോഗ്യമുള്ളവരായി നമ്മുടെ ഓരോ അവയവങ്ങളും ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതിങ്ങനെ മനസ്സിൽ കണ്ടിട്ട് അതിന് നമ്മൾ നന്ദി പറയുക. തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നതിലൂടെ നമ്മൾ ഓരോ അവയവങ്ങൾക്കും എടുത്തെടുത്ത് നമ്മൾ നന്ദി പറയുക. ആ നന്ദി പറയുന്നതിലൂടെ നമ്മുടെ ബോഡിയിലെ എല്ലാ അവയവങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും. അവിടെ നമുക്ക് യാതൊരു ആരോഗ്യപരമായ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവത്തില്ല. ഇത് 100%ഉം ജെന്യുവിൻ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ.
ത്രൂ എക്സ്പീരിയൻസിലൂടെ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നാൽ നമുക്ക് ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇനി അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ നെഗറ്റീവ് തോട്ട് വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആക്കി നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കുക. നമ്മുടെ മൈൻഡിന് നല്ല ചിന്തകൾ മാത്രം കൊടുക്കുക, അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. അതുപോലെ ഇപ്പം ഒരുപാട് എന്താ പറയുക തടിയുള്ളവര്, ഒരുപാട് വെയിറ്റ് ഉള്ളവര്, അവർക്ക് വെയിറ്റ് ലോസ് ചെയ്യണം. അപ്പൊ അവരെന്താണ്, അവര് സ്ലിം ആയിട്ടും ഫിറ്റ് ആയിട്ടും ഇരിക്കുന്നതായിട്ട് അവർ വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, ശരിക്കും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒരുപാട് കഴിക്കുക. എപ്പോഴും നമ്മുടെ ബോഡി വെയിറ്റ് കുറഞ്ഞതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ സ്ലിം ആയിരിക്കുന്നതും നമ്മൾ ഫിറ്റ് ആയിരിക്കുന്നതും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാൻ പറ്റുന്നതും അതൊക്കെ നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. ഇനി നമ്മൾ തീരെ മെലിഞ്ഞിരിക്കുന്നവര്, അവർക്ക് വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ അത് വിഷ്വലൈസ് ചെയ്യുക. ശരിക്കും നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി ഫിറ്റിങ്സ് നമുക്കുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അത് വിഷ്വലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും വിഷ്വലൈസേഷന് ലോ ഓഫ് അട്രാക്ഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനമാണുള്ളത്. തീർച്ചയായും നിങ്ങൾ ഈ ഡേ 16ന്റെ ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നുമില്ല അല്ലേ. ഹെൽത്ത് ഈസ് അവർ വെൽത്ത് എന്നാണല്ലേ പറയുന്നത്. ഹെൽത്ത് ആണ് നമ്മുടെ ധനം എന്ന് പറയുന്നത്. അപ്പം ആ ഹെൽത്തിന് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റി ഇതാണ്. ഹെൽത്തിന്റെ 3 സ്റ്റേജസിലുള്ള ആക്ടിവിറ്റീസ് ആണ്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഈ ടൈമിങ്ങിലുള്ള നമ്മുടെ ഹെൽത്തിന് ഓരോ അവയവങ്ങൾക്കും നമ്മൾ എടുത്തെടുത്ത് നന്ദി പറയുക. ഇതാണ് ഡേ 16ന്റെ ആക്ടിവിറ്റി. അപ്പൊ എല്ലാവരും ഈ ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യുക. ഡേ 1 മുതൽക്ക് ഡേ 15 വരെ ചെയ്തവര് 1 to 15 ഡൺ എന്ന് കമന്റ് ബോക്സിൽ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നാളത്തെ ഡേ 17 ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ലൈഫ് കോച്ചാണ്. എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒക്കെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, thank you so much for watching my video. Thank you once again. Bye.